നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച 10 ഗോൾ കീപ്പർമാർ 2000-ന് ശേഷമുള്ള കണക്കാണ്. 25 മികച്ച ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റ് goal.com പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ 10 പേരുടെ ലിസ്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നത്. 10ാം സ്ഥാനത്ത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ 10ാം സ്ഥാനത്ത് അർജൻറ്റീനയുടെ എമിലിയാനോ മാർട്ടീനസ്. മാർട്ടീനസ് നമുക്കറിയാം, ഈ സമീപകാലത്ത് അദ്ദേഹം തൻ്റെ കരിയറിൻ്റെ പീക്കിലേക്ക് എത്തുകയും ദേശീയ ടീമിനോടൊപ്പം കിരീടങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്യുന്ന കാഴ്ച, വേൾഡ് കപ്പിലടക്കം മുത്തമിട്ടു. വേൾഡ് കപ്പിലെ മികച്ച ഗോൾ കീപ്പറായി യാഷിൻ ട്രോഫി സ്വന്തമാക്കുന്ന കാഴ്ച അതിനുശേഷം ബാലൻഡിയോർ സെറമണിയിൽ വെച്ച് നമ്മൾ കണ്ടു. ഫിഫ ബെസ്റ്റിൽ മികച്ച ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന കാഴ്ച കണ്ടു. അങ്ങനെ മിന്നും പ്രകടനം നടത്തി അവാർഡുകളും കിരീടങ്ങളും ഒക്കെ വാരിക്കൂട്ടിയിട്ടുള്ള എമിലിയാനോ മാർട്ടിനസാണ് 10ാം സ്ഥാനത്തെങ്കിൽ 9ാം സ്ഥാനത്ത് യാൻ ഒബ്ലക്കാണ്. ഒബ്ലക്ക് എന്തൊരു പ്രകടനമാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നടത്തിയിട്ടുള്ളത്. സോ അർഹിക്കുന്ന സ്ഥാനം തന്നെയാണ്. ഈ ടോപ്പ് 10ൽ അദ്ദേഹം വരുന്നു എന്നുള്ളത്. 9ാം സ്ഥാനത്ത് യാൻ ഒബ്ലക്ക് വരുമ്പോൾ 8ാം സ്ഥാനത്ത് എഡ്വിൻ വാൻഡർ സാർ. ഡച്ച് ഗോൾ കീപ്പർ, ഇതിഹാസ ഗോൾ കീപ്പർ എഡ്വിൻ വാൻഡർ സാർ. ഡച്ച് ദേശീയ ടീമിലും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടക്കമുള്ള ക്ലബ്ബുകളുടെ ഗോൾ വലയത്തിന് മുന്നിലും അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു പ്രകടനം വല്ലാത്ത പ്രകടനമായിരുന്നു. എഡ്വിൻ ഈസ് ദി ബെസ്റ്റ് കീപ്പർ വി ഹാവ് ഹാഡ് സിൻസ് പീറ്റർ ഷ്മൈക്കൽ എന്ന് സർ അലക്സ് ഫെർഗൂസൻ വെറുതെ പറഞ്ഞതല്ല. 7ാം സ്ഥാനത്ത് ഒലിവർ ഖാനാണ്. ജർമ്മൻ ഇതിഹാസം ഒലിവർ ഖാൻ, ബയൺ മ്യൂണിക്കിൻ്റെ ഗോൾ കീപ്പറായിരുന്ന, അതുപോലെ തന്നെ ജർമ്മൻ ദേശീയ ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്ന ഒലിവർ ഖാൻ 2002 വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ജർമ്മൻ ടീമിനെ ഒരാൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഒലിവർ ഖാനാണ്. ഫൈനലിൽ റൊണാൾഡോ നസാരിയോയുടെ മികവിന് മുന്നിൽ 2 തവണ വീണുപോയി എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ആ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ അടക്കം അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. സോ ഒലിവർ ഖാൻ നമ്പർ 7ൽ വരുമ്പോൾ നമ്പർ 6ൽ ആലിസൺ ബെക്കറാണ്. ബ്രസീൽ അത്ര മികച്ച ഗോൾ കീപ്പർമാർക്ക് ജന്മം നൽകാറില്ല എന്ന് ഹിസ്റ്റോറിക്കലി ഒരു പറച്ചിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് തെളിയിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുന്നയാളാണ് ആലിസൺ ബെക്കർ. സോ ആലിസൺ ബെക്കർ 6ാം സ്ഥാനത്ത് വരുമ്പോൾ 5ാം സ്ഥാനത്ത് തിബോട്ട് കോർട്ടുവയാണ്. തിബോട്ട് കോർട്ടുവ റയൽ മാഡ്രിഡിന് വേണ്ടി ഇപ്പോൾ മിന്നും പ്രകടനം നടത്തുന്നു. അദ്ദേഹം കളിച്ച ക്ലബ്ബുകളിലൊക്കെ അതുപോലെ മികച്ച പ്രകടനമാണ്. 2011 അദ്ദേഹം ജെങ്കിൽ നിന്ന് ചെൽസിയിലേക്ക് എത്തുന്നു. ബെൽജിയൻ ഗോൾ കീപ്പറുടെ മികച്ച പ്രകടനം. അത്ലറ്റിക്കോ മാഡ്രിഡിൽ 3 വർഷത്തെ ലോൺ സ്പെല്ല് റയൽ മാഡ്രിഡിൽ ഇപ്പോൾ പൊളിച്ചെടുക്കുന്നു. സോ തിബോട്ട് കോർട്ടുവ 5ാം സ്ഥാനത്ത് വരുമ്പോൾ 4ാം സ്ഥാനത്ത് പീറ്റർ കെച്ചാണ്. പീറ്റർ കെച്ച് ഒരു പക്ഷേ ബഫണ് ശേഷം മികച്ച ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ആ ഒരു ജനറേഷനിൽ തലപ്പത്ത് തന്നെ വരുന്നയാളാണ് പീറ്റർ കെച്ച്. അദ്ദേഹം 4ാം സ്ഥാനത്ത് വരുമ്പോൾ 3ാം സ്ഥാനത്ത് ഐഗർ കാസിയസ് ആണ്. സ്പെയിനിൻ്റെയും റയൽ മാഡ്രിഡിൻ്റെയും വലകാത്ത വിസ്മയ പ്രകടനങ്ങൾ നടത്തിയ ഐഗർ കാസിയസ് 3ാം സ്ഥാനത്താണെങ്കിൽ 2ാം സ്ഥാനത്ത് മാനുവൽ ന്യൂയറാണ്. ബയൺ മ്യൂണിക്കിൻ്റെയും ജർമ്മനിയുടെയും വലകാത്ത മാനുവൽ ന്യൂയർ. ഇപ്പോഴും അദ്ദേഹം സജീവമായിട്ട് രംഗത്തുണ്ട്. പരിക്ക് അദ്ദേഹത്തെ വലക്കുന്നു എന്നുള്ളത് ശരിയാണ്. ബട്ട് സ്റ്റിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അറ്റ് 38 ഹീ ഈസ് നോട്ട് ഡൺ യെറ്റ്. 1ാം സ്ഥാനത്ത് ഇറ്റ്സ് ജിയാൻലുഗി ബഫൺ. ഇതിഹാസ താരം. നോക്കുക, അദ്ദേഹം ഇറ്റലിക്കൊപ്പം വേൾഡ് കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്. പിന്നീട് കളിച്ച ക്ലബ്ബുകളിലൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലോങ്വിറ്റി അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. സോ ജിയാൻലുഗി ബഫൺ 1ാം സ്ഥാനത്ത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.